തെരഞ്ഞെടുപ്പിൽ EVM-നെ കുറിച്ച് എനിക്ക് ആക്ഷേപമുണ്ട്, ഇപ്പോഴും ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ക്യാമറ വെച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചയാളെ റിട്ടേണിംഗ് ഓഫീസർ തോറ്റതായി പ്രഖ്യാപിച്ചു. കോടതിയിൽ പോയതിനു ശേഷം രണ്ടാം വട്ട പരിശോധനയിലാണ് ആ മേയർ, യഥാർത്ഥ തെരഞ്ഞെടുക്കപ്പെട്ട മേയർ വന്നത്. ഈ രാജ്യം കണ്ടതല്ലേ നിഷാദേ? ഈ രാജ്യം കണ്ടതല്ലേ? മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അതിനെ ഇപ്പോൾ ചലഞ്ച് ചെയ്യുന്നില്ല? ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് കൊണ്ടല്ല ചലഞ്ച് ചെയ്യാത്തത്. ഞങ്ങൾ 2017, 2018, 2019 മുതൽ ഇങ്ങോട്ട് ഇലക്ട്രോണിക് മിഷനുമായി ബന്ധപ്പെട്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുമുള്ള സംശയങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയിൽ ഞങ്ങൾ കേസ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഗുജറാത്തിലെ 8 സീറ്റ് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കൊടുത്ത കേസ് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. മറ്റ് പല സംഘടനകളും ADR അടക്കം കൊടുത്തിരിക്കുന്ന കേസുകൾ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങിലാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തെ ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിട്ട് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇലക്ട്രോണിക് മിഷനെയും തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായി എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടതോ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല.